ആഴ്ച ഒരു ചില്ലി പോലും കുറയാതെ നിങ്ങളിൽ നിന്ന് കവരപ്പെട്ടത്, കവർന്നെടുത്തത് മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, അല്ലെങ്കിൽ സാഹചര്യങ്ങളാൽ നിങ്ങൾ കവരപ്പെട്ടു. നിങ്ങളുടെ ഗതികേടുകൊണ്ട്, നിവർത്തികേടുകൊണ്ട് കവരപ്പെടുവാൻ ഇടയായി ചില വീഴ്ചകൾ, അതെന്ത് തന്നെ ആകട്ടെ, ദൈവം തിരികെ തരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്നറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു അവസരം തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. സ്തുതിക്കുവാനും സന്തോഷിക്കുവാനും രണ്ടുണ്ട് കാരണം. പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഒന്നാമത്തേത് മാറ്റം. അത് മാനുഷികമല്ല. അത് മാനുഷികം എന്നു വരികിൽ ഇന്നലകളിൽ നിങ്ങളത് പ്രാപിച്ചേനെ. എന്തോരം ഓടിയതാ, എന്തോരം അധ്വാനിച്ചതാ, എന്തോരം കഷ്ടപ്പെട്ടതാ, എന്തോരം പിടിവലി കൂട്ടിയതാ. ഒന്ന് മാറുവാൻ വേണ്ടി, കഷ്ടതയുടെ കഠിനതയുടെ അനുഭവത്തിന് ഒരു മാറ്റം വരുവാൻ വേണ്ടി, കണ്ണുനീരൊന്ന് തോരുവാൻ വേണ്ടി, ഞെരുക്കമൊന്ന് മാറുവാൻ വേണ്ടി, രോഗമൊന്ന് തീരുവാൻ വേണ്ടി. അയ്യോ പറയണ്ട അല്ലേ. എന്നിട്ട് എന്തേലും മാറ്റമുണ്ടായോ? അതെ, മാറ്റമുണ്ടായത് മാറണമെന്ന ചിന്തയ്ക്ക് മാത്രമാണ്. ഇപ്പോൾ ഒരു ആഗ്രഹവും ഇല്ല, അങ്ങനെ ഒരു ചിന്തയും ഇല്ല. ഇതിങ്ങനെ പോകത്തുള്ളൂ, എൻ്റെ ജീവിതം ഇങ്ങനെ പോകത്തുള്ളൂ. ആണ് സഹോദര, സഹോദരി, അങ്ങനെ നിരാശപ്പെടണ്ട. നിന്റെ ജീവിതം മാറും. കാരണം മാറിയ ഒത്തിരി പേരെ പോലെ നീ ദൈവവചനത്തിനൊപ്പമായിരിക്കുന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പം നീ ഇന്ന് ചിലവഴിക്കുന്ന ഈ സമയം, നീ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുക. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറയേ. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. അനേകരുടെ ജീവിതം മാറിയതുപോലെ നിന്റെ ജീവിതവും ദൈവത്തിന്റെ വചനത്താൽ മാറും. പറയുവാൻ ഉറപ്പ് മറ്റൊന്നുകൂടെ ഉണ്ട്. വെറുതെ ഏതെങ്കിലും ഒരു വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതല്ല. മാറ്റത്തിന് പിന്നിൽ മാറുവാനിടയായ ദൈവവചനം വിശ്വാസയോഗ്യമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മാറിയ അനേകർ കേട്ട നാളുകൾക്ക് പിന്നിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞങ്ങൾ ചിലവഴിച്ച സമയമുണ്ട്. ദൈവസന്നിധിയിൽ നിന്നൊരു നിൽപ്പുണ്ട്. കഴിഞ്ഞ രാത്രിയിലും അവിധത്തിൽ ചിലവഴിച്ച സമയമുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന നിൽപ്പുണ്ട്. എന്തിനു വേണ്ടിയെന്നോ? ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ മാറ്റത്തിൻ്റെതായി മാറുവാൻ, നിങ്ങളും സന്തോഷത്തിന്റെ സാക്ഷ്യങ്ങൾ അറിയിക്കുവാൻ, നിങ്ങൾക്കൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും നമുക്കൊരുമിച്ച് അവസരം തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുവാനും വേണ്ടി. അങ്ങനെ മാറ്റത്തിനായി, നിങ്ങളുടെ മാറ്റത്തിനായുള്ള കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞതാണ് നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കേട്ടത്. ഒരു ചില്ലി പോലും കുറയാതെ, ഒരു ചില്ലി പോലും കുറയാതെ ദൈവം മടക്കി തരും. അത് കവർന്നത്, അയ്യോ ദൈവദാസരെ, മനുഷ്യരാണെങ്കിലല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ തിരികെ പിടിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടതാണെങ്കിലല്ലേ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. ഇത് എനിക്കറിയത്തില്ല. പിശാചിന്റെ വലിയ പ്രവൃത്തി. അയ്യോ, പിശാചിനാൽ പിടിക്കപ്പെട്ട ദുഷ്ടമനുഷ്യർ എനിക്ക് വിരോധമായി എഴുന്നേറ്റ് ഇതിനെ സങ്കടപ്പെടുത്തുന്ന അവരൊക്കെ എങ്ങനെ എൻ്റെ ശത്രുക്കളായി മാറി? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവർ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയവർ തന്നെ എൻ്റെ വരുമാനത്തിൻ്റെ വഴിയടയുവാൻ കാരണമായി തീർന്നു. നിന്നോട് തന്നെ. ആമേൻ. നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്നലകളിൽ നിന്നിൽ നിന്ന് കരം നീട്ടി വാങ്ങിയവർ തന്നെ നിന്റെ വരുമാനത്തിൻ്റെ വഴിയടയുവാൻ കാരണമായി മാറി. ഇന്ന് പലരുടെ മുമ്പിൽ കൈനീട്ടുന്നവനായി നീ മാറി. പേരുണ്ട്, മറ്റുള്ളവർക്ക് പറയുവാനെല്ലാം ഉണ്ട്. ഇന്നലകളിൽ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഇന്ന് പലർക്കും നിന്നെ സഹായിക്കുവാൻ പോലും മടിയാണ്. പതുക്കി വച്ചിരിക്കുന്നെന്നാ പറയുന്നത്. അത് തന്നെ നീ കരയുക. ആമേൻ. കവർന്നെടുക്കപ്പെട്ടു. കൈനീട്ടി വാങ്ങിയവർ തന്നെ നിന്റെ വഴിയടച്ചു. കേൾക്ക്, നഷ്ടപ്പെട്ടതും ശത്രു, അത് മനുഷ്യനായാലും പിശാചായാലും അവർ നഷ്ടപ്പെടുത്തിയതും എൻ്റെ ദൈവം ഇരട്ടിയായി ഒരു ചില്ലി കുറയാതെ തിരികെ തന്നു. നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ സഹോദരി, നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ഒത്തിരി വർഷങ്ങൾ നീ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിന്റെ ഫലമാണ്
ആമേൻ, പല വഴികളിൽ പല പോക്കറ്റിൽ പലരിലേക്കും പോയത് നിനക്ക് പോലും അറിയത്തില്ല എങ്ങനെ പോയി. അയ്യോ, ഇന്ന് കാരണം നീ കണ്ടുപിടിക്കുന്നുണ്ട്. അതെ, എൻ്റെ ബുദ്ധിയെ കെട്ടി പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മന്ത്രവാദത്തിലൂടെയും ആഭിചാരത്തിലൂടെയും കൈവശങ്ങളെ കടത്തി എന്നിൽ നിന്ന് നന്മകളെ കൊണ്ടുപോയി. നിന്റെ തലമുറകൾ അനുഭവിക്കേണ്ട നന്മ, നിന്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മ, നീയും നിന്റെ ഭർത്താവും, അതേ സഹോദര, നീയും നിന്റെ ഭാര്യയും ദേശത്തിൽ അനുഗ്രഹമായി ജീവിക്കേണ്ട ആ നന്മ, നിങ്ങളുടെ നീക്കിയിരിപ്പ് നിന്റെ ബുദ്ധിയെ കെട്ടി കൊണ്ടുപോയി കൊതിയും നുണയും പറഞ്ഞ് പലതും പറഞ്ഞ്. സഹോദരി, നിനക്കറിയാം, ആമേൻ, അവൻ്റെ ബുദ്ധി കെട്ടപ്പെട്ടിരിക്കുന്നു. കൊതിയും നുണയും പറഞ്ഞ് അവൻ ചേർത്ത് വയ്ക്കുന്നതിനൊക്കെ ഒരു വശത്തുകൂടെ കൊണ്ടുപോവുക. നീ അറിയുന്നുണ്ടോ? അറിയുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്ക്. ആമേൻ, നിന്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലത്തെ ഒഴുക്കി കൊണ്ടുപോകുന്ന ചില വഴികളെ കർത്താവ് അടയ്ക്കുവാൻ പോവുക. ഓ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഏലിയാവ് ഒരൊറ്റ കൽപ്പനയാണ്. എന്താ? ഇനി മഴ പെയ്യണ്ട. ആമേൻ, കൽപ്പിക്കട്ടെ. ആമേൻ, താങ്ക് യു ലോർഡ്. നിനക്ക് മനസ്സിലായില്ല, ഒരിക്കൽ കൂടി പറയട്ടെ. ചിലത് അടഞ്ഞാൽ മാത്രമേ നീ അനുഭവിക്കുവാനുള്ളത് മറ്റു പലരും അനുഭവിച്ചിട്ട് നിന്നെ കുറ്റം പറയുന്ന, നിന്നെ പരിഹസിക്കുന്ന, അയ്യോ അങ്ങനെ ഒരുത്തി വന്നു കയറി അന്ന് മുതൽ, എനിക്കറിയത്തില്ല, ആരോടോ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുത്തി വന്നു കയറി, അയ്യോ അവൾ വന്നു കയറിയ അന്ന് മുതലാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അതിലിരട്ടിയായിട്ട് അവർ പറിച്ചെടുക്കും പോലെ കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും പറയുക, നീ കാരണം അങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ, സ്തോത്രം. ചിലതിനൊക്കെ അടയ്ക്കുവാൻ പോകുക, ആകാശത്തെ അടച്ചതുപോലെ യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചില വഴികൾ അടഞ്ഞാൽ, ആമേൻ, നീ അനുഭവിക്കേണ്ടത് നിന്റെ ഭവനത്തിനകത്ത് കാണും. നന്മകൾ ചോർന്നു പോകുന്ന, നിന്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലം ചോർന്നു പോകുന്ന, സഹോദര, നിന്റെ ഭാര്യയുടെ അധ്വാന ഫലം ചോർന്നു പോകുന്ന, നിന്റെ ഭവനത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ ചോർന്നു പോകുന്ന. ഓ, താങ്ക് യു ലോർഡ്. മനുഷ്യരിലേക്ക് മാത്രമല്ല, ആമേൻ, മനുഷ്യർ തന്നെയാണ് ആ കുബുത്തിയും കുന്നായ്മയും പറഞ്ഞ് അങ്ങനെയല്ല. ആമേൻ, ചില ശീലങ്ങളിലൂടെ, ചില ദുശീലങ്ങളിലൂടെ ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്ത്, പോകുവാൻ പാടില്ലാത്ത വഴികളിലൂടെ പൊയ്യതുകൊണ്ട് നിന്റെ ഭർത്താവിൻ്റെ നന്മ, സ്തോത്രം. ഒരു കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം തരുന്നത്, ആമേൻ, നിങ്ങൾ സന്തോഷത്തോടെ അനുഭവിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ്. പരാജയത്തിൻ്റെ കാരണമാണ് പറയാൻ പോകുന്നത്. ദൈവം തരുന്നത് പോകരുതാത്ത വഴികളിൽ പോയി ചിലവഴിക്കുവാൻ പാടില്ലാത്തടത്ത് ചിലവഴിച്ച് ദൈവത്തിൻ്റെ നാമം ഉയരപ്പെടുന്നതിന് പകരം നിന്ദിക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് പല വഴികളും അടഞ്ഞു പോയതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുക. ആമേൻ. ആലോചന കേട്ടതുകൊണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചു പുറത്തു വരുവാൻ നിനക്ക് കഴിയണം. ആമേൻ. ദൈവനാമം മഹത്വമായി മാറേണ്ട നിന്റെ നന്മകൾ പാപത്തിന്, സ്തോത്രം, വളമിടുവാൻ കാരണമായി മാറി. ചിലർ അവിധത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടവരായി എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. സ്വഭാവ ദൂഷ്യങ്ങൾ മുഖാന്തരം വഴികൾ അടഞ്ഞുപോയി, കവരപ്പെട്ടു പോയി, പിശാച് കവർന്നു കൊണ്ടുപോയി, സ്ത്രീകൾ കവർന്നു കൊണ്ടുപോയി, ചില കൂട്ടുകെട്ടുകളിലൂടെ നന്മകൾ നഷ്ടപ്പെട്ടു. എന്താ ഇനി എന്ത് ചെയ്യുന്നു? അറിയാം ദേവദാസനെ, അതറിയാം. അമ്മേൻ. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ, നമ്മൾ വിശ്വാസികളാണല്ലോ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നഷ്ടപ്പെട്ടു പോയത് ചില്ലി കുറയാതെ തിരികെ തരുവാൻ എൻ്റെ ദൈവം മതിയായവൻ. എങ്ങനെയെന്നോ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പ്രാപിക്കേണ്ടത്, നഷ്ടപ്പെട്ടത് അതേത് നിലയിൽ കവരപ്പെട്ടതായിരുന്നാലും അതിനെ തിരികെ പ്രാപിക്കുവാൻ അവസരമുണ്ട്. അതിൻ്റെ വിഷയത്തിന് വേണ്ടി മാത്രമായി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നീ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും ഏത് സ്ഥാനത്തും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിനക്ക് ഉപവസിക്കുവാൻ കഴിയും, പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുവാനും കഴിയും. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് വരും, ദൈവദാസനെ ഇനിയും താമസിച്ചു പോകേണ്ടതുണ്ടോ? ദൈവത്തിൻ്റെ വചനം എവിടെ? അതെ, നോക്കൂ, യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും അങ്ങനെ വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സർവ പൂർവ്വ ദിഗ്വാസികളും മഹാനായിരുന്നു. ചിലരുടെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അനുഗ്രഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്ന് മുൻപോട്ട് പോകട്ടെ. നിന്നെ അറിയുന്ന അതെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, സ്തോത്രം, നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തൊഴിലിടത്തിൽ, അവിടെ നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. യോബ് ആ ദേശവാസികളുടെ മധ്യത്തിൽ
മഹാനായി തീർന്നതുപോലെ, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. മാറ്റിവെക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നിങ്ങൾക്കറിയാമല്ലോ, ചിലരുടെ പേരൊന്നും നമുക്കങ്ങനെ മാറ്റിവെക്കുവാൻ കഴിയത്തില്ല. ചില വ്യക്തികളെ ഒന്നും അങ്ങനെ മറന്ന് മാറ്റിവെച്ചിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ആ വിധത്തിൽ നിന്റെ പേരിനെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുന്നു. ദൂത് ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നു, കൈമാറി. എനിക്ക് സംസാരിക്കുവാനുള്ള അതേക്കുറിച്ചല്ല. തുടങ്ങിയത് ചില ആമേൻ ലിസ്റ്റ് ചെയ്യപ്പെട്ട സമ്പത്തിൻ്റെ ക്രമം വിവരിച്ചുകൊണ്ടാണ്. ആടുമാടുകളുടെ സംഖ്യ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോബിനുണ്ടായിരുന്ന മൃഗസമ്പത്തിൻ്റെ എണ്ണം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും സംശയം തോന്നിയേക്കാം, ഇത്ര പ്രാധാന്യത്തോടെ പറയത്തക്ക എന്ത് വിശേഷതയാണ് ആ മൃഗങ്ങൾക്കുള്ളത്? എണ്ണമൊക്കെ പറഞ്ഞിരിക്കുന്നു. ആമേൻ. യോബ് ആ ദേശത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അവനെല്ലാം ഉണ്ട്. മൃഗസമ്പത്തുണ്ട്, കടലിൽ സമ്പത്തുണ്ട്, കരയിൽ സമ്പത്തുണ്ട്, വയലിൽ സമ്പത്തുണ്ട്, ആകാശത്തിൽ സമ്പത്തുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, തീർച്ചയായും പക്ഷി മൃഗാദികൾ. അവൻ ആ പക്ഷികൾ ആകാശത്തിലെ ഇതാണല്ലോ, ആകാശത്തിലെ സമ്പത്തുണ്ടായിരുന്നു. എവിടെയും യോബ് കാൽ തൊടുന്നിടത്തൊക്കെയും, യോബ് നോക്കുന്നിടത്തൊക്കെയും യോബിനെ ദൈവം അനുഗ്രഹിച്ചിരുന്നു. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കാൽ വയ്ക്കുന്നിടത്തൊക്കെയും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഇതൊരു വെറും വാക്കല്ല, ഒരു നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ പറയുന്ന ഒരു വാക്കല്ല. വിശ്വസിക്ക്. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ, നിശ്ചയമായും നിങ്ങൾ കരം തൊടുന്നിടത്തും നിങ്ങൾ കാൽ വയ്ക്കുന്നിടത്തും ദൈവം അനുഗ്രഹം കൽപ്പിക്കും. അതേ സഹോദര, നീ ഇന്ന് നിരാശയോടെ ആയിരിക്കുന്ന ആ ഭവനത്തെ എൻ്റെ ദൈവം നിന്റെ കാൽപ്പാടുകൾ മുഖാന്തരം അനുഗ്രഹമാക്കി മാറ്റും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി, നിന്റെ കാൽപ്പാടുകൾ മുഖാന്തരം നിന്റെ ഭവനത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നോക്കൂ, ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുക. എന്തിനു വേണ്ടി? ആമേൻ. എന്തിനു വേണ്ടി? യോബിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയൊരു കഷ്ടത കടന്നു വരുവാൻ പോകുന്നു. കഷ്ടതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് യോബിന്റെ പുസ്തകം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാനുൾപ്പെടെ ഈ പുസ്തകം വായിച്ചു മനസ്സിലാക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്നാൽ വ്യത്യസ്തമായി ആ കഷ്ടതയ്ക്ക് മുന്നേ യോബിനുള്ളതിനെയൊക്കെയും ലിസ്റ്റ് ചെയ്തൊരു ദൈവത്തെ വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാ ലിസ്റ്റ് ചെയ്തത്? വെറുതെ അങ്ങ് ലിസ്റ്റ് ചെയ്ത് ഇരിക്കട്ടെ. ലിസ്റ്റ് ചെയ്തതിന് കാരണമുണ്ട്. യോബിന്റെ ജീവിതത്തിൽ പിന്നെ വരുവാൻ പോകുന്നത് പിശാചിനാൽ പിടിക്കപ്പെട്ട മനുഷ്യർ, പിശാചിന്റെ ഇഷ്ടം ചെയ്യുവാൻ മത്സരിച്ച് ഒരു വശത്ത് കൊള്ളക്കാരായി കടന്നു വരുന്നു, ഒരു വശത്ത് സാഹചര്യങ്ങളായി കടന്നു വരുന്നു, ഒരു വശത്ത് തൻ്റെ ഏറ്റവും തകർച്ചയുടെ, തൻ്റെ ഏറ്റവും വലിയ കഷ്ടതയുടെ മധ്യത്തിൽ നിന്ദിക്കുവാനും പരിഹസിക്കുവാനുമായി. അതാണ് ഏറ്റവും വലിയ കഷ്ടം, അല്ലേ? പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മൾ എങ്ങനെയും അതിജീവിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് മുമ്പോട്ട് പോകും. പക്ഷേ ആ സമയത്ത് കൂടെ നിൽക്കേണ്ട ചിലർ, നമുക്ക് ബലം പകരേണ്ട, നമ്മെ ആശ്വസിപ്പിക്കേണ്ട, നീ കരയുക സഹോദരി, നിനക്കൊപ്പം നിൽക്കേണ്ടവർ, നിന്നെ ചേർത്ത് പിടിക്കേണ്ടവർ, നിന്നെ ആശ്വസിപ്പിക്കേണ്ടവർ, നിന്റെ അവസ്ഥ അറിഞ്ഞ് അവരാ ഇന്ന് നിന്നെ കുറ്റം പറഞ്ഞു. നിന്റെ ഇന്നലകളിലെ നീ മറന്നുപോയ ജീവിതത്തിലെ ചില ഈടുകളെ ചികഞ്ഞെടുത്ത് അത് വച്ച് നിന്നെ വിധിക്കുന്ന, നീ പാപിയാണെന്ന് പറയുവാൻ മത്സരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ തകർച്ച വന്നത്, നിന്റെ കണ്ണു നിറയുന്നത്, നീ ഒറ്റപ്പെട്ടു പോയത്, നീ ചെയ്ത പാപങ്ങളുടെ പരിണിത ഫലമെന്ന് പറയുവാൻ മത്സരിക്കുന്നവരായവർ മാറുന്നു. നിന്നെ അത് വല്ലാതെ വേദനിപ്പിക്കുക. കേൾക്ക്, അവർ നിന്റെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുവാൻ പോകും. ഇന്ന് നീ ദുഃഖത്തിലാ, അവർ സന്തോഷിക്കുന്നുണ്ട്. ദൂതാവർത്തിച്ചു പറയട്ടെ, നിന്റെ സന്തോഷത്തിനൊപ്പം സഹോദര, മാതാവേ, പിതാവേ, മക്കളെ ചൊല്ലി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ പങ്കുവയ്ക്കുന്നവർ, അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരാശ്വാസ വാക്ക് നിങ്ങളോട് പറയുമെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ പരിഹാസം, കുറ്റപ്പെടുത്തൽ, അവഗണന, നിന്ദ, ചൂഷണം, ഇന്ന് നിങ്ങൾ ദുഃഖത്തിലാണ്, അവർ സന്തോഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഈ ആഴ്ച നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ ഒരുക്കും. ആമേൻ. ഞാൻ പറയും, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. നിന്റെ ദുഃഖം കണ്ട്, നിന്റെ കണ്ണുനീർ കണ്ട് സന്തോഷിച്ചവർ
നിന്റെ സന്തോഷം കണ്ട് സന്തോഷിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നിന്റെ ശത്രുവിന് അത് ഉണ്ടാകുവാൻ പോകുക. ഓ താങ്കിലോട് യേശുവിൻ നാമത്തിൽ. പ്രിയ മകളെ, നിന്നെ കുറ്റം പറഞ്ഞു, നിന്നെ പരിഹസിച്ച്, നിന്നെ കളിയാക്കി, നീ കരഞ്ഞ് തളർന്ന സമയം നോക്കി സന്തോഷിച്ചവരുണ്ടല്ലോ, അവരെ നിന്റെ സന്തോഷം കാണുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിനക്കൊപ്പം ചേർത്ത് നിർത്തും. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ഞാനിത് വെറും വാക്ക് പറയുകയല്ല. എടാ മോനെ, അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. നോക്ക്, ഇയ്യോബിൻ്റെ പുസ്തകം അത് വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 10-ാമത്തെ വാക്യമാണ് കേട്ടോ. യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അതവിടെ നിൽക്കട്ടെ, വഴിയെ പറയാം. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. 11-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ സ്നേഹിതന്മാരെ കുറിച്ചാണ് ഏകദേശം 37 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. യോബിനെ വറുത്തെടുക്കുകയായിരുന്നു. അയ്യോ അമേൻ. ഇവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടത ഞാൻ മനസ്സിലാക്കുന്നു, ഭാര്യ ഇട്ടിട്ട് പോയതൊന്നും അല്ല, മക്കൾ പോയതൊന്നുമല്ല, ഇവന്മാരുടെ വറുത്തെടുക്കലുണ്ടല്ലോ, അவ்விധത്തിലായിരുന്നു മത്സരിച്ച്. യോബ് തന്നെ ഒരു സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാൻ പോലും ഞാൻ ഏൽപ്പിക്കത്തില്ലായിരുന്നു, അത്രമാത്രം യോഗ്യതയില്ലാത്തവർ. അതെ സഹോദര, നിന്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവർ പോലും ഇന്ന് നിന്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി, നിന്റെ തലമുറകളുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുവാൻ വേണ്ടി ഓടി നടക്കുക. സ്തോത്രം. അമേൻ. ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പരിഹസിച്ചവനൊക്കെ ഇയ്യോബ് വിളമ്പിക്കൊടുക്കുന്നത് തിന്നേണ്ടി വരുന്ന ഒരു ഗതികേട്. നിന്റെ ശത്രുവിന് ആ ഗതികേട്. അവർ ശത്രുക്കൾ, ആമേൻ, ബന്ധുക്കളായിരിക്കാം, ആരായാലും കഷ്ടകാലത്ത് നിന്റെ തകർച്ചയുടെ, നിന്റെ കണ്ണുനീരിൻ്റെ സമയത്ത് ഒപ്പം നിൽക്കാതെ നിന്റെ കുറവുകളെ കണ്ടുപിടിക്കുവാൻ, ആ ശവക്കുഴിയും മാന്തി മണപ്പിക്കുവാൻ നടന്ന ആ ദുഷ്ടന്മാരുണ്ടല്ലോ, അതെ, അവർ ശത്രുക്കളാ. പിശാചിനേക്കാൾ നീ ഭയപ്പെടേണ്ടത് അവരെ. അവർക്ക് നീ വിളമ്പി കൊടുക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. എൻ്റെ ദൈവം എത്ര വലിയവനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതെ, ഇതുകൊണ്ടാണ് എൻ്റെ ദൈവം ഇത്രമാത്രം വലിയവനെന്ന് ഓരോ ഭക്തനും ആമേൻ ആ ദൈവത്തെ കണ്ടെത്തുന്ന കാലങ്ങളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ചിലർക്ക് നീ വിളമ്പി കൊടുക്കുവാൻ പോകുക. നിന്റെ മകളുടെ വിവാഹത്തിൻ്റെ സദ്യ നീ വിളമ്പി കൊടുക്കുവാൻ പോകുക. കേൾക്ക്, ആമേൻ. വിവാഹം മുടക്കിയവർക്ക് തന്നെ, ആമേൻ, മുടക്കിയവരുടെ മുഖം എങ്ങനെയായിരിക്കും? മുടങ്ങിയപ്പോൾ, വിവാഹങ്ങൾ പലതും മുടങ്ങിയപ്പോൾ അവരുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നല്ലോ സഹോദരി. പലതും പറഞ്ഞ് നിന്റെ കൊച്ചിൻ്റെ വിവാഹം മുടക്കിയപ്പോൾ അവരുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നല്ലോ. ഓ സ്തോത്രം. ആമേൻ. ആ ചിരിയോടെ ഒന്നും അവരിയ്ക്കത്തില്ല. ആമേൻ. ഉള്ളു നീറിക്കൊണ്ട് നിന്റെ മുഖത്ത് നോക്കുവാൻ മടിച്ച്, ഓ സ്തോത്രം, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ആമേൻ. ഇലയിലേക്ക് നോക്കിക്കൊണ്ട് അവരിയ്ക്കുക, നിന്റെ മുഖത്ത് നോക്കാതെ മുക്കിയും മൂളിയും നിന്റെ ചോദ്യത്തിന് മറുപടി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ആമേൻ പറ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. ആമേൻ. നീ വിളമ്പി കൊടുക്കും. ആമേൻ. നിന്നെ ആ വീട്ടിൽ നിന്ന് ഓടിക്കുവാൻ നോക്കിയവർക്ക് സഹോദരി, നീ വയറ് നിറയെ വിളമ്പി കൊടുക്കും. ആമേൻ. ചിലർ വാ തുറന്ന് പറയാൻ പോവുകയാണ്. ഓ സ്തോത്രം. ഇന്നലകൾ നിന്നോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ച്, ആമേൻ, നിന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം അവർ പിശാചിനെ ഏൽപ്പിക്കപ്പെട്ട വിധങ്ങളെക്കുറിച്ച്. സ്തോത്രം. നോക്കിയേ, വലിയ പ്രതിസന്ധിയിലൂടെ യോബ് കടന്നുപോയി. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നഷ്ടങ്ങളുടെ കണക്കെടുക്കാനൊന്നും യോബിന് പറ്റത്തില്ല. നിങ്ങളെപ്പോലെ തന്നെ അയ്യോ പറയേണ്ട കാര്യമുണ്ടോ അല്ലേ സഹോദര സഹോദരി? എന്തൊക്കെയാണ് പോയതെന്ന് ഒരു എത്തും പിടിയില്ല. എല്ലാം പോയി ദേവദാസനെ. നന്മകൾ പോയി, അനുഗ്രഹങ്ങൾ പോയി, സന്തോഷങ്ങൾ പോയി. ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്മകൾ, ഒരുപാട് ബന്ധുക്കൾ, പേര് പെരുമ എല്ലാം പോയി. എല്ലാ സന്തോഷവും, എല്ലാ അനുഗ്രഹങ്ങളും പോയി. ഇന്ന് പലരുടെ മുമ്പിൽ കൈനീട്ടുന്നവളായി. വല്ലാത്തൊരവസ്ഥയല്ലേ? നീ കരയുക. നിനക്ക് എണ്ണമില്ല, പക്ഷെ എൻ്റെ ദൈവം എണ്ണം എടുത്തിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. എൻ്റെ ദൈവം എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം എന്തെന്നറിയാം? ഒരു ചില്ലി പോലും കുറയാതെ അവന് തിരികെ തരണം. വെറുതെ തന്നാൽ പോലെ ഇരട്ടിയായി, ചില്ലി കുറയാതെ
തെളിവുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ. നോക്കൂ, 42-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. ശ്രദ്ധിച്ചോളണേ, അവന് 14,000 ആടും, നേരത്തെ എത്രയാ? 7,000. 6,000 ഒട്ടകവും, നേരത്തെ എത്രയാ? ആമേൻ, 3,000. 1,000 ഏർക്കാളയും, നേരത്തെ 500 ഉണ്ടായിരുന്നുള്ളൂ. 1,000 പെൺകഴുതയും, നേരത്തെയും അത് 500 തന്നെ. ആമേൻ. അതിനെ ദൈവം ഇരട്ടിയായി തിരികെ കൊടുത്തു. ഒരു ചില്ലി കുറയുവാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ഇരട്ടിയായി, കണക്ക് കൃത്യമായി തന്നെ. ഓ, താങ്കിലോട് യേശുവിൻ നാമത്തിൽ. നിനക്ക് കണക്ക് കാണത്തില്ല, കണക്ക് വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. താങ്കിലോട് യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കണക്ക് വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. കവർന്നെടുത്തത് പിശാചാകട്ടെ, കവർന്നെടുത്തത് മനുഷ്യനാകട്ടെ, നിന്നിൽ നിന്ന് പോയതിനൊക്കെ കണക്ക് ആമേൻ ദൈവം വച്ചിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരികെ തരും ഇരട്ടിയായി. നിന്റെ സന്തോഷങ്ങളെ തിരികെ തരും, നിന്റെ നന്മകളെ തിരികെ തരും, നിന്റെ അനുഗ്രഹങ്ങളെ തിരികെ തരും. നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് കവർന്നെടുത്ത ചില വർഷങ്ങളെ എൻ്റെ ദൈവം തിരികെ തന്നു. ഓ, താങ്ക് യു ലോർഡ്. രോഗമുഖാന്തരം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില നല്ല മൊമെന്റിനെ എൻ്റെ ദൈവം ഇരട്ടിയായി. ഓ, സ്തോത്രം. ഇരട്ടി കിട്ടിയില്ലെങ്കിൽ യോബിന് പറ്റത്തില്ല. കാരണം നഷ്ടപ്പെട്ടു പോയൊരു സമയമുണ്ട്. യോബ് കരഞ്ഞൊരു സമയമുണ്ട്. ആർക്കും അത് മനസ്സിലാവത്തില്ല. ചുറ്റും നിന്ന് പരിഹസിക്കുന്നവനും കളിയാക്കുന്നവനും കുറ്റം പറയുന്നവനും അത് മനസ്സിലാവത്തില്ല. പക്ഷേ മനസ്സിലാകുന്ന ഒരുവനുണ്ട്, എൻ്റെ ദൈവം. അവൻ ഇരട്ടിയായി തിരികെ തരും. ഇവിടെ നീ ഒരു ഭക്തനാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിന്നോടുകൂടെ മുൻപോട്ട് വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പോയി, എല്ലാം പോയി. എവിടെ പോയി? ആടെവിടെ പോയി? ഒട്ടകം എവിടെ പോയി? കഴുത എവിടെ പോയി? കുതിര എവിടെ പോയി? എവിടെ പോയി? ഞാൻ പറയും, യോബിൻ്റെ അടുക്കലേക്ക് തിരികെ വരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ തൊഴുത്തിൽ അവ പെറ്റ് പെരുകിക്കൊണ്ടേയിരുന്നു. നഷ്ടപ്പെട്ടു പോയി. അയ്യോ, നഷ്ടപ്പെട്ടു പോയി. കേൾക്ക്, കാണാമറയത്ത് ധൂളിയായി, പൊടിയായി, പുകയായി, കാറ്റായി പോയോ? പോയില്ല. ദൈവത്തിൻ്റെ തൊഴുത്തിൽ അത് പെറ്റു പെരുകി വെപ്രാളപ്പെടുക. നിന്റെ അടുക്കലേക്ക് വരുവാൻ, നിന്നെ തേടി വരുവാൻ, നിന്നിലേക്ക് നിന്റെ നന്മകൾ തിരികെ വരുവാൻ വെപ്രാളപ്പെടുക. സ്തോത്രം. അതെ, തിരികെ വരിക. അത് ദൈവത്തിൻ്റെ തൊഴുത്തിൽ നിന്ന് ഓ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ കരങ്ങളിലേക്ക്. അതേ, നിന്റെ നന്മകൾ, ഇന്നലകളിൽ ശത്രു കവർന്നു കൊണ്ടുപോയ നിന്റെ നന്മകൾ. നോക്കൂ, യോബിനോട് ചോദിച്ചാൽ യോബ് പറയും, അയ്യോ, പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി കടന്നു വന്നത്. കടലിൽ പ്രശ്നം വന്നു, കരയിൽ പ്രശ്നം വന്നു, ഷെബ്ബായർ വന്നു, കൊള്ളക്കാർ വന്നു, തീ വീണു. അറിയത്തില്ല. പ്രശ്നം തുടങ്ങിയപ്പോൾ മാലപ്പടക്കത്തിന് തീ പിടിച്ച പോലെ ടപ ടപ ടപേന്നങ്ങ് പൊട്ടി. ബിസിനസ് പൊട്ടി, കടം കയറി, ഉണ്ടായിരുന്നതെല്ലാം പോയി. താലിമാര വരെ പോയി. അയ്യോ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് ചേർത്ത് വെച്ചിരുന്നത് പോയി, അവരുടെ വിവാഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നത് പോയി. എല്ലാം പോയി, എല്ലാം പോയി. എവിടെ പോയി? അതങ്ങനെ പോകും. നീ കഷ്ടപ്പെട്ടതല്ലേ? നീ കരഞ്ഞ് നിന്റെ കണ്ണുനീരിന്റെ വില ദൈവം തന്നതല്ലേ? സഹോദരി, അതങ്ങനെ പോവാൻ പാടുണ്ടോ? അതെവിടെയാ? ദൈവത്തിന്റെ തൊഴുത്തിൽ പെറ്റി പെരുകിക്കൊണ്ടിരിക്കുക. അത് വെപ്രാളപ്പെടുക. നിന്നെ തേടി വരുവാൻ വേണ്ടി സ്വീകരിക്കുവാൻ തയ്യാറാണോ? ഇന്നലകളിലെ നഷ്ടങ്ങൾ ദൈവത്തിന്റെ തൊഴുത്തിൽ പെറ്റു പെരുകി നിന്നെ തേടി വരിക. യേശുവിൻ നാമത്തിൽ. ഓ, സ്തോത്രം. നിന്നിലേക്ക് തിരികെ വരിക. നിന്റെ അക്കൗണ്ടിലേക്ക് ആ നന്മ തിരികെ വരിക. ആമേൻ. നിന്റെ പൈസയിലേക്ക് ആ നന്മ തിരികെ വരിക. നിന്റെ ഭവനത്തിലേക്ക് ആ നന്മ തിരികെ വരിക. നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ പെറ്റു പെരുകി വലിയൊരു കൂട്ടമായി അത് തിരികെ വരിക. ആമേൻ. ആ പേര് തിരികെ വരിക. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ വരിക. കാരണം മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, സ്തോത്രം, മനുഷ്യരുണ്ട്, ശബായറുണ്ട്, സാഹചര്യമുണ്ട്, തീയുണ്ട്, പിശാചുണ്ട്. ആമേൻ. ഏത് വഴി പോയാലും തിരികെ തരുന്നൊരു ദൈവമുണ്ട്. ആ നന്മയ്ക്ക് നിന്നെ തേടി വരാതിരിക്കുവാൻ കഴിയത്തില്ല. അത് ഇന്നലകളിലെ നിന്റെ കണ്ണുനീരിന്റെ ഫലമാണ്. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുക സാധ്യമല്ല. കാരണം അവർ നിന്റെ കണ്ണുനീരിന്റെ ഫലമാണ്. അവരുടെ ഭാവി നശിച്ചു പോവുക അത് സാധ്യമല്ല. നോ, ഇറ്റ്സ് ഇംപോസിബിൾ. കാരണം നിന്റെ കണ്ണുനീരിന്റെ ഫലമാണ്, നിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. സഹോദരി, നീ നിന്റെ ഭർത്താവ് അടിച്ചു പിരിഞ്ഞ്, നോ 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 നോ, അത് സാധ്യമല്ല.
അത് വാഗ്ദത്തമാണ്. ചില്ലി കുറയാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? കോണ്ടാക്ട് ചെയ്യും പ്രൈസർ ഫാമിലിയിലേക്ക്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തിരികെ തരും. അതെന്ത് തന്നെ ആയിരുന്നാലും കർത്താവ് തിരികെ തന്ന് നിന്നെ മാനിക്കും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക. അതുപോലെ ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിച്ച് ഇരട്ടി പങ്കിൻ്റെ ഓഹരിക്കാരായി മാറുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. നേരിട്ട് കടന്നു വരുവാനും സൗകര്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാവുമിളയിലാണ് നമ്മുടെ സഭ. കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. ലൈവിൽ ജോയിൻ ചെയ്യുന്നവർ ലൈവിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങൾ അന്നൊരു അത്ഭുതത്തെ കാണും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവുണ്ട്. കടന്നു വരിക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും വിടുവിക്കപ്പെടും. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ നമ്മുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ ദേശത്തുണ്ടെങ്കിൽ അവരോടും അറിയിക്കുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഇവരുടെ ജീവിതം മാറുവാൻ തക്കവണ്ണം ഇന്നലകളിൽ മനുഷ്യനും പിശാചും സാക്കിച്ചിര്യങ്ങളും ഇവരിൽ നിന്ന് കവർന്നു കൊണ്ടുപോയത് ചില്ലി കുറയാതെ ഇരട്ടിയായി അങ്ങ് തിരികെ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, തൊഴിൽ സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗം അങ്ങ് വിടുവിക്കണമേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ചില വർഷങ്ങൾ അമേൻ സ്തോത്രം ശമ്പളമില്ലാതെ കടം വാങ്ങുന്ന അനുഭവത്തിൽ പിശാച് ഇവരുടെ ജീവിതത്തിൽ സമ്മാനിച്ചു. അതിനൊക്കെ സ്വർഗ്ഗമങ്ങ് പകരം നൽകി ഇരട്ടി ശമ്പളമുള്ള, അധികം ശമ്പളമുള്ള നല്ല ജോലികളെ നൽകി, തൊഴിൽ ദിനങ്ങളെ നൽകി മാനിച്ചാട്ടെ. ആ രാജ്യത്ത് അവർ ജോലിയില്ലാതെ കഷ്ടപ്പെട്ട ദിവസങ്ങൾക്ക് സ്വർഗം ഇരട്ടിയായി പകരം നൽകിയാട്ടെ. കാത്തിരിപ്പുകൾ കടന്നു വരട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ആമേൻ ചില വ്യക്തികൾ മുഖാന്തരമുള്ള വെല്ലുവിളികളിൽ നിന്ന് ഇവർ വിടുവിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്തുള്ള എല്ലാ അസ്വാരസ്യങ്ങളും കലഹങ്ങളും കലക്കങ്ങളും മാറിപ്പോകട്ടെ. പൈശാചികമായ ബാധിപ്പുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്നായിരിക്കുന്ന ഇവരുടെ ഭവനത്തിലെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ. അടുക്കളകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. ഇവരുടെ മുൻപോട്ടുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമായി, ഏറ്റവും ശ്രേഷ്ഠകരമായി മാറട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ സമയം സൗഖ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുതകരം ചലിക്കട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. ആക്സിഡന്റ് മുഖാന്തരം വന്നുപോയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിസ തടസ്സങ്ങൾ മാറട്ടെ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടട്ടെ. OET, MOH, IELTS എക്സാമുകൾ എഴുതി രാജ്യങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെ മാനിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും
കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.